നമസ്കാരം, എല്ലാവർക്കും അഡ്ഹോക് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ തസ്നി. കേരള PSC യുടെ 65ാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള PSC ബുള്ളറ്റിന്റെ വിശേഷാൽ പതിപ്പ് 2024 നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 35 വർഷത്തെ PSC പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ, 5000 കറന്റ് അഫയേഴ്സ്, 400 പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നവോത്ഥാന നായകന്മാരെ കുറിച്ചിട്ടാണ് പറഞ്ഞു നിർത്തിയത്. നവോത്ഥാന നായകന്മാരുടെ ടോപ്പിക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമുക്കിനി അടുത്ത നവോത്ഥാന നായകന്മാരിലേക്ക് കടക്കാം. കുമാരനാശാൻ 1873 1924. കുമാരനാശാന്റെ കാലഘട്ടം 1873 മുതൽ 1924. 1922 മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നടന്ന ചടങ്ങിൽ കുമാരനാശാനെ പട്ടും വളയും സമ്മാനിച്ചതാരാണ്? വെയിൽസ് രാജകുമാരൻ. 1922 മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നടന്ന ചടങ്ങിൽ കുമാരനാശാനെ പട്ടും വളയും സമ്മാനിച്ചതാണ് വെയിൽസ് രാജകുമാരൻ. കുമാരനാശാന്റെ തത്വചിന്താപരമായ വീക്ഷണങ്ങൾ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്ന കൃതിയാണ് പ്രരോദനം. കുമാരനാശാന്റെ തത്വചിന്താപരമായ വീക്ഷണങ്ങൾ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്ന കൃതിയാണ് പ്രരോദനം. താനൊരു സമുദായ സംഘടനയുടെ സെക്രട്ടറി എന്ന നിലയിലല്ല മലയാളത്തിൽ അറിയപ്പെടാൻ പോകുന്നത് എന്ന് കുമാരനാശാൻ വിളംബരം ചെയ്യുന്ന കൃതിയാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. താനൊരു സമുദായ സംഘടനയുടെ സെക്രട്ടറി എന്ന നിലയിലല്ല മലയാളത്തിൽ അറിയപ്പെടാൻ പോകുന്നത് എന്ന് കുമാരനാശാൻ വിളംബരം ചെയ്യുന്ന കൃതിയാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. മഹാകാവ്യം എഴുതാതെ മഹാകവി പദവി നേടിയതാണ് കുമാരനാശാൻ. മഹാകാവ്യം എഴുതാതെ മഹാകവി പദവി നേടിയ ആളാണ് കുമാരനാശാൻ. കുമാരനാശാന്റെ വീണപ്പൂവ് ഏത് പത്രത്തിലാണ് ആദ്യം പ്രസിദ്ധീകരിച്ചത്? മിതവാദിയിലാണ്. കുമാരനാശാന്റെ വീണപ്പൂവ് ആദ്യം ഏത് പത്രത്തിലാണ് പ്രസിദ്ധീകരിച്ചത്? മിതവാദി പത്രത്തിലാണ്. ആരുടെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ടാണ് കുമാരനാശാൻ പ്രരോദനം രചിച്ചത്? AR രാജരാജവർമ്മ. AR രാജരാജവർമ്മയുടെ മരണത്തിന് അനുശോചിച്ചുകൊണ്ടാണ് കുമാരനാശാൻ പ്രരോദനം രചിച്ചത്. ആരുടെ വീട്ടിൽ താമസിച്ചുകൊണ്ടാണ് കുമാരനാശാൻ മൈസൂരിൽ സംസ്കൃത പഠനം നടത്തിയത്? ഡോക്ടർ പൽപു. ഡോക്ടർ പൽപുവിന്റെ വീട്ടിൽ താമസിച്ചുകൊണ്ടാണ് കുമാരനാശാൻ മൈസൂരിൽ സംസ്കൃത പഠനം നടത്തിയത്. അടുത്തത് നമുക്ക് C കേശവനെ കുറിച്ച് നോക്കാം. C കേശവൻ 1891 മുതൽ 1969 വരെ. ആ ജന്തുവിനെ നമുക്ക് ആവശ്യമില്ല എന്ന് CP രാമസ്വാമി അയ്യരെ കുറിച്ച് പരാമർശിച്ചതാരാണ്? C കേശവൻ. ആ ജന്തുവിനെ നമുക്ക് ആവശ്യമില്ല എന്ന് CP രാമസ്വാമി അയ്യരെ കുറിച്ച് പരാമർശിച്ചതാരാണ്? C കേശവൻ. എവിടെ നടത്തിയ പ്രസംഗത്തിലാണ് ഭഗവാൻ കാറൽ മാർക്സ് എന്ന പ്രയോഗം നടത്തിയത്? വക്കത്ത് നടത്തിയ പ്രസംഗത്തിലാണ്. എന്ന് 1947 സെപ്റ്റംബർ 14. 1947 സെപ്റ്റംബർ 14 വക്കത്ത് നടത്തിയ പ്രസംഗത്തിലാണ് ഭഗവാൻ കാറൽ മാർക്സ് എന്ന പ്രയോഗം നടത്തിയത്. കോഴഞ്ചേരി പ്രസംഗത്തെ തുടർന്ന് ജയിലിൽ അടക്കപ്പെട്ട C കേശവൻ മോചിതനായ വർഷം 1937. കോഴഞ്ചേരി പ്രസംഗത്തെ തുടർന്ന് ജയിലിൽ അടക്കപ്പെട്ട C കേശവൻ മോചിതനായ വർഷമാണ് 1937. ആരുടെ ആത്മകഥയാണ് ജീവിത സമരം? C കേശവൻ. C കേശവന്റെ ആത്മകഥയുടെ പേരെന്താ? ജീവിത സമരം. നിവർത്തന പ്രക്ഷോഭ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നത് ആരാണ്? C കേശവൻ. നിവർത്തന പ്രക്ഷോഭ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നത് ആരാണ്? C കേശവൻ. പിന്നാക്ക വിഭാഗത്തിൽ നിന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയ ആദ്യ മലയാളിയാണ് C കേശവൻ. പിന്നാക്ക വിഭാഗത്തിൽ നിന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയ ആദ്യ മലയാളി ആരാണ്? C കേശവൻ. 1951 തിരുക്കൊച്ചി മുഖ്യമന്ത്രിയായതാരാണ്? C കേശവൻ. 1951 തിരുക്കൊച്ചി മുഖ്യമന്ത്രിയായതാരാണ്? C കേശവൻ. സിംഹള സിംഹം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നേതാവാണ്? C കേശവൻ. എങ്ങനെ? സിംഹള സിംഹം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നേതാവാണ് C കേശവൻ. പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തതാരാണ്? C കേശവൻ. ഒന്ന് ശ്രദ്ധിക്കാട്ടോ. പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് ഏത് വർഷം? 1947. ആരാണ്? C കേശവൻ. ആർക്ക് സ്വീകരണം നൽകാൻ ആലപ്പുഴയിൽ സംഘടിപ്പിച്ച ഗംഭീര യോഗത്തിൽ പങ്കെടുത്ത് നടത്തിയ പ്രസംഗത്തിന്റെ പേരിലാണ് TM വർഗീസിന് ശ്രീമൂലം അസംബ്ലിയിലെ ഡെപ്യൂട്ടി പ്രസിഡന്റ് സ്ഥാനം നഷ്ടമായത്? C കേശവൻ. അതൊന്നും കൂടി നോക്കാം അല്ലെ നമുക്ക്. അതായത് C കേശവനെ
സ്വീകരണം നൽകാൻ ആലപ്പുഴയിൽ സംഘടിപ്പിച്ച ഗംഭീര യോഗത്തിൽ പങ്കെടുത്തു നടത്തിയ പ്രസംഗത്തിന്റെ പേരിലാണ് TM വർഗീസിനെ ആർക്കാണ് TM വർഗീസിനെ ശ്രീമൂലം അസംബ്ലിയിലെ ഡെപ്യൂട്ടി പ്രസിഡന്റ് സ്ഥാനം നഷ്ടമായി. ഓക്കെ, അടുത്തത് നമുക്ക് KP കേശവമേനോനെ കുറിച്ച് നോക്കാം. വർഷം ഏതാണ്? 1886 മുതൽ 1978 വരെ. 1946 ഐക്യ കേരളത്തിന് വേണ്ടി ചെറുതുരുത്തിയിൽ നടത്താൻ കാര്യാലോചന യോഗത്തിന്റെ അധ്യക്ഷനാണ് KP കേശവമേനോൻ. 1946 ഐക്യ കേരളത്തിന് വേണ്ടി ചെറുതുരുത്തിയിൽ നടന്ന കാര്യാലോചന യോഗത്തിന്റെ അധ്യക്ഷനാണ് KP കേശവമേനോൻ. മാതൃഭൂമി പത്രത്തിന്റെ പേരിന്റെ ഉപജ്ഞാതാവാണ് KP കേശവമേനോൻ. ഒന്ന് നോക്കിയേ, മാതൃഭൂമി പത്രത്തിന്റെ പേരിന്റെ ഉപജ്ഞാതാവാണ് KP കേശവമേനോൻ. സിംഗപ്പൂരിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിന്റെ ആക്ഷൻ കൗൺസിലിന്റെ പ്രചാരണ വിഭാഗം തലവനായി പ്രവർത്തിച്ച മലയാളിയാണ് KP കേശവമേനോൻ. സിംഗപ്പൂരിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിന്റെ ആക്ഷൻ കൗൺസിലിന്റെ പ്രചരണ വിഭാഗം തലവനായി പ്രവർത്തിച്ച മലയാളിയാണ് ആര്? KP കേശവമേനോൻ. കേരളത്തിന്റെ വന്ധ്യവയോധികൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ആരെയാണ്? KP കേശവമേനോൻ. ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിന്റെ വന്ധ്യവയോധികൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാണ്? KP കേശവമേനോൻ. 1956 നവംബർ 1 കേരളം രൂപം കൊണ്ട ദിവസം KP കേശവമേനോന്റെ അധ്യക്ഷതയിൽ ഐക്യ കേരള സമ്മേളനം നടന്നത് എവിടെയാണ്? എറണാകുളത്താണ്. 1956 നവംബർ 1 കേരളം രൂപം കൊണ്ട ദിവസം അത് നമുക്കറിയാം അല്ലെ. അന്ന് KP കേശവമേനോന്റെ അധ്യക്ഷതയിൽ ഐക്യ കേരള സമ്മേളനം നടന്നു. എവിടെ വെച്ച്? എറണാകുളത്ത് വെച്ച്. മാതൃഭൂമി പത്രത്തിന്റെ ആദ്യ പത്രാധിപർ ആരായിരുന്നു? KP കേശവമേനോൻ. മാതൃഭൂമി പത്രത്തിന്റെ ആദ്യ പത്രാധിപർ ആരാണ്? KP കേശവമേനോൻ. മാതൃഭൂമി പത്രത്തിന്റെ പേരിന്റെ ഉപജ്ഞാതാവ് ആരാ? KP കേശവമേനോൻ. തുഞ്ചൻ മെമ്മോറിയലിന്റെ ആദ്യ ചെയർമാൻ ആരാണ്? KP കേശവമേനോൻ. തുഞ്ചൻ മെമ്മോറിയലിന്റെ ആദ്യ ചെയർമാനാണ് KP കേശവമേനോൻ. ആരുടെ ആത്മകഥയാണ് കഴിഞ്ഞ കാലം? KP കേശവമേനോന്റെ. KP കേശവമേനോന്റെ ആത്മകഥയാണ് കഴിഞ്ഞ കാലം. സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ച് KP കേശവമേനോൻ രചിച്ച പുസ്തകമാണ് നവഭാരത ശില്പികൾ. സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ച് KP കേശവമേനോൻ രചിച്ച പുസ്തകമാണ് നവഭാരത ശില്പികൾ. ജീവിതത്തിന്റെ അവസാനത്തെ 2 ദശകങ്ങളിൽ അന്ധത ബാധിച്ചിട്ടും സാഹിത്യ ജീവിതം തുടർന്ന കേരളത്തിലെ ദേശീയ പ്രസ്ഥാനത്തിലെ പ്രമുഖ നേതാവ് ആരാണ്? KP കേശവമേനോൻ. ജീവിതത്തിന്റെ അവസാനത്തെ 2 ദശകങ്ങളിൽ അന്ധത ബാധിച്ചിട്ടും, ഒന്നുകൂടി ശ്രദ്ധിക്കുക, ജീവിതത്തിന്റെ അവസാനത്തെ 2 ദശകങ്ങളിൽ അന്ധത ബാധിച്ചിട്ടും സാഹിത്യ ജീവിതം തുടർന്ന കേരളത്തിലെ ദേശീയ പ്രസ്ഥാനത്തിലെ പ്രമുഖ നേതാവാണ് KP കേശവമേനോൻ. CV കുഞ്ഞിരാമൻ. അടുത്ത നമുക്ക് നോക്കാം. CV കുഞ്ഞിരാമൻ. നോക്കിയേ, 1871 മുതൽ 1949 വരെ. ഈഴവരുടെ മതപരിവർത്തന സംരംഭം എന്ന പുസ്തകം രചിച്ചതാണ് CV കുഞ്ഞിരാമൻ. ഈഴവരുടെ മതപരിവർത്തന സംരംഭം എന്ന പുസ്തകം രചിച്ചതാരാണ്? CV കുഞ്ഞിരാമൻ. CV കുഞ്ഞിരാമന്റെ ആത്മകഥയാണ് ഞാൻ. CV കുഞ്ഞിരാമന്റെ ആത്മകഥയാണ് ഞാൻ. TN സിംഹളൻ, ഭാഷാഭിമാനി, PK എന്നീ വ്യാജനാമങ്ങളിൽ കേരള കൗമുദിയിൽ എഴുതിയിരുന്നതാര്? CV കുഞ്ഞിരാമൻ. 1904 CV കുഞ്ഞിരാമന്റെ നേതൃത്വത്തിൽ സമുദായ പരിഷ്കരണ സഭ നടന്നത് എവിടെ വെച്ചാണ്? പരവൂരിൽ വെച്ചാണ്. ഒന്നുകൂടി ശ്രദ്ധിച്ചേ, 1904 CV കുഞ്ഞിരാമന്റെ നേതൃത്വത്തിൽ സമുദായ പരിഷ്കരണ സഭ നടന്നത് പരവൂരിൽ വെച്ചിട്ടാണ്. PK എന്ന വ്യാജനാമത്തിൽ കേരള കൗമുദിയിൽ എഴുതിയിരുന്നത് ആരാ? CV കുഞ്ഞിരാമൻ. നമ്മൾ പഠിച്ചൂലെ, TN, സിംഹളൻ, ഭാഷാഭിമാനി, PK എന്നീ വ്യാജനാമങ്ങളിലൊക്കെ CV കുഞ്ഞിരാമൻ കേരള കൗമുദിയിൽ എഴുതിയിരുന്നു. അതുപോലെ ഞാൻ ഇതിന്റെ വേറൊരു ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിലാക്കിയിരിക്കുകയാണ്. PK എന്ന വ്യാജനാമത്തിൽ കേരള കൗമുദിയിൽ എഴുതിയതാരാണ്? CV കുഞ്ഞിരാമൻ. അഭിപ്രായം ഇരുമ്പുലക്കയല്ല എന്ന് പറഞ്ഞതാരാണ്? CV കുഞ്ഞിരാമൻ. അഭിപ്രായം ഇരുമ്പുലക്കയല്ല എന്ന് പറഞ്ഞത് CV കുഞ്ഞിരാമൻ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപവൽക്കരിക്കുന്നതിന് ചേർന്ന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചതാരാണ്? CV കുഞ്ഞിരാമൻ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപവൽക്കരിക്കുന്നതിന് ചേർന്ന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചതാണ് CV കുഞ്ഞിരാമൻ. അടുത്തത് നമുക്ക് ആരെ പറ്റി നോക്കാം? കുരൂർ
നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. വർഷം നോക്കിയേ 1896 മുതൽ 1981 വരെ. മാതൃഭൂമി പത്രം ആരംഭിച്ച സമയത്തെ പ്രിന്റർ ആൻഡ് പബ്ലിഷർ ആരായിരുന്നു? കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടാണ്. മാതൃഭൂമി പത്രം ആരംഭിച്ച സമയത്ത് പ്രിന്റർ ആൻഡ് പബ്ലിഷർ ആരായിരുന്നു? കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടാണ്. ക്ഷേത്ര പ്രവേശന പ്രക്ഷോഭ കാലത്ത് സ്വന്തം അധീനതയിലുള്ള പാവക്കുളം ഭഗവതി ക്ഷേത്രം അധികൃതർക്കായി തുറന്നു കൊടുത്ത സാമൂഹിക പരിഷ്കർത്താവാണ് കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. ഒന്നും കൂടി നോക്കാം. ക്ഷേത്ര പ്രവേശന പ്രക്ഷോഭ കാലത്ത് സ്വന്തം അധീനതയിലുള്ള പാവക്കുളം ഭഗവതി ക്ഷേത്രം അധികൃതർക്കായി തുറന്നുകൊടുത്ത സാമൂഹിക പരിഷ്കർത്താവാണ് കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. ലോകമാന്യൻ എന്ന പത്രത്തിലെ ലേഖനങ്ങളിൽ അധികൃതർ രാജ്യദ്രോഹം ആരോപിച്ച് തടവിലാക്കപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാണ് കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. ലോകമാന്യൻ എന്ന പത്രത്തിലെ ലോകമാന്യൻ എന്ന പത്രത്തിലെ ലേഖനങ്ങളിൽ അധികൃതർ രാജ്യദ്രോഹം ആരോപിച്ച് തടവിലാക്കപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാണ് കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിന്റെ സഹോദരനായിരുന്ന ദാമോദരൻ നമ്പൂതിരിപ്പാട് ഏത് സംഘടനയുടെ സ്ഥാപകരിൽ ഒരാളാണ്? യോഗക്ഷേമ സഭ. കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിന്റെ സഹോദരനായിരുന്ന ദാമോദരൻ നമ്പൂതിരിപ്പാട് യോഗക്ഷേമ സംഘടനയുടെ സ്ഥാപകരിൽ ഒരാളാണ്. അടുത്തത് നമുക്ക് കുറുമ്പൻ ദൈവത്താൻ കുറിച്ച് നോക്കാം. കുറുമ്പൻ ദൈവത്താൻ 1880 മുതൽ 1927 വരെ. കുറുമ്പൻ ദൈവത്താൻ ജനിച്ചത് എവിടെയാണ്? ഇടയാറന്മുള. കുറുമ്പൻ ദൈവത്താൻ ജനിച്ചതാണ് ഇടയാറന്മുള. പുലയ ഗീതങ്ങളുടെ പ്രചാരകൻ എന്നറിയപ്പെട്ടതാരാണ്? കുറുമ്പൻ ദൈവത്താനെയാണ്. എന്താണ് അറിയപ്പെട്ടിരുന്നത്? പുലയ ഗീതങ്ങളുടെ പ്രചാരകൻ. പുലയ ഗീതങ്ങളുടെ പ്രചാരകൻ എന്നറിയപ്പെട്ടതാരെയാണ്? കുറുമ്പൻ ദൈവത്താൻ. നടുവത്തമ്മൻ എന്ന് ചെറുപ്പത്തിൽ അറിയപ്പെട്ടിരുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? കുറുമ്പൻ ദൈവത്താൻ. കുറുമ്പൻ ദൈവത്താനെ ചെറുപ്പത്തിൽ അറിയപ്പെട്ടിരുന്നത് ഏതു പേരിലാണ്? നടുവത്തമ്മൻ. ഹിന്ദു പുലയ സമാജം സ്ഥാപിച്ചതാരെ? കുറുമ്പൻ ദൈവത്താൻ. ഹിന്ദു പുലയ സമാജം വർഷം 1917. ഹിന്ദു പുലയ സമാജം സ്ഥാപിച്ചതാണ് കുറുമ്പൻ ദൈവത്താൻ. ഏത് നവോത്ഥാന നായകന്റെ വീട്ടുപേരായിരുന്നു? കിടാമത്തിൽ കുറുമ്പൻ ദൈവത്താന്റെയാണ്. കേരളത്തിൽ ആദ്യമായി ചുവരെഴുത്തുകളിലൂടെ സാമൂഹിക വിപ്ലവത്തിന് ആഹ്വാനം ചെയ്ത വ്യക്തി എന്ന് പറയപ്പെടുന്നത് കുറുമ്പൻ ദൈവത്താനെയാണ്. കേരളത്തിൽ ആദ്യമായി ചുവരെഴുത്തുകളിലൂടെ സാമൂഹിക വിപ്ലവത്തിന് ആഹ്വാനം ചെയ്ത വ്യക്തി എന്ന് പറയപ്പെടുന്നതാണ് കുറുമ്പൻ ദൈവത്താൻ. അടുത്തത് നമുക്ക് മന്നത്ത് പത്മനാഭനെ കുറിച്ച് നോക്കാം. മന്നത്ത് പത്മനാഭൻ വർഷം പറഞ്ഞേ 1878 മുതൽ 1970 വരെ. മന്നത്ത് പത്മനാഭൻ ജനിച്ച സ്ഥലമാണ് പെരുന്ന. മന്നത്ത് പത്മനാഭൻ ജനിച്ച സ്ഥലമാണ് പെരുന്ന. ഭാരതകേസരി എന്നും വിളിക്കപ്പെട്ടതാരെയാണ്? മന്നത്ത് പത്മനാഭനെയാണ്. ഭാരതകേസരി എന്ന് വിളിക്കപ്പെട്ടതാരെയാണ്? മന്നത്ത് പത്മനാഭൻ. കേരളീയ നായർ സമാജം സ്ഥാപിച്ചതാരാണ്? മന്നത്ത് പത്മനാഭൻ. കേരളീയ നായർ സമാജം സ്ഥാപിച്ചതാരാണ്? മന്നത്ത് പത്മനാഭൻ. 1947 മുതുകുളം പ്രസംഗവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകനാണ് മന്നത്ത് പത്മനാഭൻ. ഒന്ന് ശ്രദ്ധിച്ച്. 1947 മുതുകുളം പ്രസംഗവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകനാണ് മന്നത്ത് പത്മനാഭൻ. 1949 തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യ പ്രസിഡന്റ് ആയതാരാണ്? മന്നത്ത് പത്മനാഭനാണ്. 1949 തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യ പ്രസിഡന്റ് ആയത് മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയാണ് എന്റെ ജീവിത സ്മരണകൾ. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയാണ് എന്റെ ജീവിത സ്മരണകൾ. പഞ്ചകല്യാണി നിരൂപണം രചിച്ചതാരാണ്? മന്നത്ത് പത്മനാഭൻ. പഞ്ചകല്യാണി നിരൂപണം രചിച്ചതാരാണ്? മന്നത്ത് പത്മനാഭൻ. 1924 വൈക്കത്തു നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയതാരാണ്? മന്നത്ത് പത്മനാഭൻ. ഒന്ന് ശ്രദ്ധിക്കാം. 1924 എവിടെ നിന്ന് എവിടേക്ക്? വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയതാരാണ്? മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭന്റെ സമാധി സ്ഥലം എവിടെയാണ്? ചങ്ങനാശ്ശേരി. മന്നത്ത് പത്മനാഭന്റെ സമാധി സ്ഥലം ചങ്ങനാശ്ശേരി. ഏത് വർഷമാണ് മന്നത്ത് പത്മനാഭൻ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ മലയാളത്തിൽ പ്രസംഗിച്ചത്? 1959. 1959 മന്നത്ത് പത്മനാഭൻ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ മലയാളത്തിൽ പ്രസംഗിച്ചത്.
മുർക്കോത്ത് കുമാരനെ കുറിച്ച് നോക്കാം. വർഷം നോക്കിയേ 1874 മുതൽ 1941. ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ ഉത്തര കേരളത്തിലെ സർവ്വസൈനാധിപൻ എന്നറിയപ്പെട്ടത് ആരെയാണ്? മുർക്കോത്ത് കുമാരനെയാണ്. ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ ഉത്തര കേരളത്തിലെ സർവ്വസൈനാധിപൻ എന്നറിയപ്പെട്ടത് മുർക്കോത്ത് കുമാരനെയാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ ജീവചരിത്രങ്ങളിൽ ഒന്ന് രചിച്ച ഉത്തര കേരളത്തിലെ നവോത്ഥാന നേതാവാണ് മുർക്കോത്ത് കുമാരൻ. ഒന്ന് പറഞ്ഞേ, ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ ജീവചരിത്രങ്ങളിൽ ഒന്ന് രചിച്ച ഉത്തര കേരളത്തിലെ നവോത്ഥാന നേതാവാണ് മുർക്കോത്ത് കുമാരൻ. ആര് പത്രാധിപരായിരിക്കെയാണ് വീണപ്പൂവ് മിതവാദിയിൽ പ്രസിദ്ധീകരിച്ചത്? മുർക്കോത്ത് കുമാരൻ. മുർക്കോത്ത് കുമാരൻ പത്രാധിപരായിരിക്കെയാണ് വീണപ്പൂവ് മിതവാദിയിൽ പ്രസിദ്ധീകരിച്ചത്. തലശ്ശേരിയിൽ നിന്ന് 1907 മുർക്കോത്ത് കുമാരന്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ടിരുന്ന പ്രസിദ്ധീകരണമാണ് മിതവാദി. തലശ്ശേരിയിൽ നിന്ന് 1907 മുർക്കോത്ത് കുമാരന്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ടിരുന്ന പ്രസിദ്ധീകരണമാണ് മിതവാദി. വജ്രസൂചി എന്ന തൂലിക നാമത്തിൽ രചന നടത്തിയ നവോത്ഥാന നായകനാണ് മുർക്കോത്ത് കുമാരൻ. വജ്രസൂചി എന്ന തൂലിക നാമത്തിൽ രചന നടത്തിയ നവോത്ഥാന നേതാവാണ് മുർക്കോത്ത് കുമാരൻ. അടുത്തത് നമുക്ക് കുര്യാക്കോസ് ഏലിയാസ് ചാവറയെ കുറിച്ച് നോക്കാം. വർഷം നോക്കിയേ 1805 മുതൽ 1871 വരെ. സാക്ഷരതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കേരളത്തിലെ നവോത്ഥാന നായകനാണ് ചാവറ കുര്യാക്കോസ് ഏലിയാസ്. സാക്ഷരതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കേരളത്തിലെ നവോത്ഥാന നായകൻ. അമലോൽ ഭവദാസ സംഘം രൂപവൽക്കരിച്ചതാരാണ്? ചാവറയച്ചനാണ്. അമലോൽ ഭവാദ സംഘം രൂപവൽക്കരിച്ചതാരാണ്? ചാവറയച്ചൻ. ഓരോ പള്ളിക്കും ഒപ്പം ഓരോ പള്ളിക്കൂടം എന്ന നിർദ്ദേശം നൽകിയ സാമൂഹിക പരിഷ്കർത്താവാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ഒന്ന് നോക്കിയേ, എന്താണ് പറഞ്ഞത്? ഓരോ പള്ളിക്കും ഒപ്പം ഓരോ പള്ളിക്കൂടം എന്ന നിർദ്ദേശം നൽകിയ സാമൂഹിക പരിഷ്കർത്താവാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. അനസ്താസിയുടെ രക്തസാക്ഷ്യം രചിച്ചത് ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. അനസ്താസിയുടെ രക്തസാക്ഷ്യം രചിച്ചത് ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ചാവറയച്ചനൊപ്പം വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെട്ടതാരാണ്? ഏവുപ്രാസ്യാമ. ചാവറയച്ചനൊപ്പം വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെട്ടതാണ് ഏവുപ്രാസ്യാമ. യാതന അനുഭവിക്കുന്ന വിഭാഗങ്ങളിലെ കുട്ടികൾക്കായി അർപ്പൂക്കരയ്ക്ക് സാമീപ്യം വിദ്യാലയം സ്ഥാപിച്ചതാരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറ. യാതന അനുഭവിക്കുന്ന വിഭാഗങ്ങളിലെ കുട്ടികൾക്കായി ആർപ്പൂക്കരയ്ക്ക് സമീപം വിദ്യാലയം സ്ഥാപിച്ചതാരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറ. കുര്യാക്കോസ് ഏലിയാസ് ചാവറ ജീവിതത്തിന്റെ അവസാന ദിനങ്ങൾ ചെലവഴിച്ചത് എവിടെയാണ്? കൂനമ്മാവ്. ഒന്നുകൂടി പറഞ്ഞേ, കുര്യാക്കോസ് ഏലിയാസ് ചാവറ ജീവിതത്തിന്റെ അവസാന ദിനങ്ങൾ ചെലവഴിച്ചത് എവിടെയാണ്? കൂനമ്മാവ്. അച്ചടിയുമായി ബന്ധപ്പെട്ട വാഴത്തട വിപ്ലവത്തിന് നേതൃത്വം നൽകിയ സാമൂഹിക പരിഷ്കർത്താവാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. അച്ചടിയുമായി ബന്ധപ്പെട്ട വാഴത്തട വിപ്ലവത്തിന് വാഴത്തട വിപ്ലവത്തിന് നേതൃത്വം നൽകിയ സാമൂഹിക പരിഷ്കർത്താവാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. വിദേശ സഹായം കൂടാതെ കേരളത്തിൽ ആദ്യമായി പ്രസ് സ്ഥാപിച്ചതാരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറ. വിദേശ സഹായം കൂടാതെ കേരളത്തിൽ ആദ്യമായി പ്രസ് സ്ഥാപിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. പിടിയേരി സമ്പ്രദായം കൊണ്ടുവന്ന നവോത്ഥാന നായകനാണ് ചാവറയച്ചൻ. പിടിയേരി സമ്പ്രദായം കൊണ്ടുവന്ന നവോത്ഥാന നായകനാണ് ചാവറയച്ചൻ. അടുത്തത് നമുക്ക് കേരള നവോത്ഥാനത്തിന്റെ മേഘജ്യോതിസ് എന്നറിയപ്പെടുന്ന TK മാധവനെ കുറിച്ച് നോക്കാം. TK മാധവൻ 1885 മുതൽ 1930 വരെ. തൊട്ടുകൂടായ്മയ്ക്കും ജാതി വ്യവസ്ഥയ്ക്കുമെതിരായ പോരാട്ടത്തിന്റെ ഭാഗമായി 1921 തിരുനെൽവേലിയിൽ വെച്ച് ഗാന്ധിജിയെ കണ്ട കേരളത്തിലെ നേതാവാണ് TK മാധവൻ. തൊട്ടുകൂടായ്മയ്ക്കും ജാതി വ്യവസ്ഥയ്ക്കുമെതിരായ പോരാട്ടത്തിന്റെ ഭാഗമായി 1921 തിരുനെൽവേലിയിൽ വെച്ച് ഗാന്ധിജിയെ കണ്ട കേരളത്തിലെ നേതാവാണ് TK മാധവൻ. കൊല്ലത്ത് നിന്ന് TK മാധവന്റെ ദേശാഭിമാനി വാരിക ആരംഭിച്ചത് ഏത് വർഷമാണ്? 1915. കൊല്ലത്ത് നിന്ന് TK മാധവൻ ദേശാഭിമാനി വാരിക ആരംഭിച്ചത് ഏത് വർഷമാണ്? 1915. 1916 ക്ഷേത്രപ്രവേശനം എന്ന പേരിൽ ഒരു കൃതി എഴുതി പ്രസിദ്ധീകരിച്ചതാരാണ്? TK മാധവൻ. 1916 ക്ഷേത്രപ്രവേശനം എന്ന പേരിൽ കൃതി എഴുതി പ്രസിദ്ധീകരിച്ചതാരാണ്? TK മാധവൻ.
പൗരസമത്വവാദ പ്രക്ഷോഭത്തെ പിന്തുണച്ചുകൊണ്ട് 1918 പൗരസമത്വവാദം എന്ന പ്രശസ്തമായ ലേഖനം എഴുതിയതാരാണ്? TK മാധവൻ. ഒന്ന് നോക്കിയേ, പൗരസമത്വവാദം പ്രക്ഷോഭത്തെ പിന്തുണച്ചുകൊണ്ട് 1918 പൗരസമത്വവാദം എന്ന പ്രശസ്തമായ ലേഖനം എഴുതിയതാരാണ്? TK മാധവൻ. ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് TK മാധവൻ വക്കം സത്യാഗ്രഹം സംബന്ധിച്ച പ്രമേയം അവതരിപ്പിച്ചത്? കാക്കിനഡ കോൺഗ്രസ് സമ്മേളനത്തിലാണ് TK മാധവൻ വക്കം സത്യാഗ്രഹം സംബന്ധിച്ച പ്രമേയം അവതരിപ്പിച്ചത്. കേരള നവോത്ഥാനത്തിന്റെ മേഘജ്യോതിസ് വിശേഷിപ്പിക്കപ്പെട്ടതാരെയാണ്? TK മാധവൻ. കേരള നവോത്ഥാനത്തിന്റെ മേഘജ്യോതിസ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടതാരെയാണ്? TK മാധവനെയാണ്. തിരുവിതാംകൂറിലെ പൗരസമത്വവാദ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ നേതാക്കളാണ് EJ ജോണും TK മാധവനും. തിരുവിതാംകൂറിലെ പൗരസമത്വവാദ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ നേതാക്കളാണ് EJ ജോണും TK മാധവനും. അടുത്ത നമുക്ക് മക്തി തങ്ങളെ കുറിച്ച് നോക്കാം. മക്തി തങ്ങൾ വർഷം പറഞ്ഞ് 1847 മുതൽ 1912 വരെ. മക്തി തങ്ങൾ ജനിച്ച സ്ഥലം വെളിയങ്കോട്. മക്തി തങ്ങൾ ജനിച്ച സ്ഥലമാണ് വെളിയങ്കോട്. ബ്രിട്ടീഷ് സർക്കാരിനു കീഴിൽ എക്സൈസ് ഇൻസ്പെക്ടറായി ജോലി ചെയ്തിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് മക്തി തങ്ങൾ. ബ്രിട്ടീഷ് സർക്കാരിനു കീഴിൽ എക്സൈസ് ഇൻസ്പെക്ടറായി ജോലി ചെയ്തിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് മക്തി തങ്ങൾ. മാതൃഭാഷയുടെ പോരാളി എന്നറിയപ്പെട്ടത് ആരെയാണ്? മക്തി തങ്ങളെയാണ്. മാതൃഭാഷയുടെ പോരാളി എന്നറിയപ്പെട്ടത് ആരെയാണ്? മക്തി തങ്ങളെയാണ്. മുസ്ലിം ജനവും വിദ്യാഭ്യാസവും എന്ന പുസ്തകം രചിച്ചതാരാണ്? മക്തി തങ്ങൾ. മുസ്ലിം ജനവും വിദ്യാഭ്യാസവും എന്ന പുസ്തകം രചിച്ചതാരാണ്? മക്തി തങ്ങൾ. കടോര കുടാരം രചിച്ചതാരാണ്? മക്തി തങ്ങൾ. കടോര കുടാരം രചിച്ചതാരാണ്? മക്തി തങ്ങൾ. അടുത്തത് നമുക്ക് SNDP യോഗത്തിന്റെ ആദ്യ ഉപാധ്യക്ഷനായ ഡോക്ടർ പൽപുവിനെ കുറിച്ച് നോക്കാം. ഡോക്ടർ പൽപു 1863 മുതൽ 1950 വരെയാണ് കാലഘട്ടം. ഡോക്ടർ പൽപു ജനിച്ച സ്ഥലമാണ് തിരുവനന്തപുരം ജില്ലയിലെ പേട്ട എന്ന സ്ഥലത്ത്. ഡോക്ടർ പൽപു ജനിച്ച സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ പേട്ട എന്ന സ്ഥലത്താണ്. തിരുവിതാംകൂർ ഈഴവ സഭയുടെ സ്ഥാപകനാണ് ഡോക്ടർ പൽപു. തിരുവിതാംകൂർ ഈഴവ സഭയുടെ സ്ഥാപകനാണ് ഡോക്ടർ പൽപു. SNDP യോഗത്തിന്റെ ആദ്യ ഉപാധ്യക്ഷനാണ് ഡോക്ടർ പൽപു. SNDP യോഗത്തിന്റെ ആദ്യ ഉപാധ്യക്ഷനാണ് ഡോക്ടർ പൽപു. ഏത് നാട്ടുരാജ്യത്തെ സർക്കാർ സർവീസിലാണ് ഡോക്ടർ പൽപു സേവനം അനുഷ്ഠിച്ചത്? മൈസൂർ നാട്ടുരാജ്യത്തെ സർക്കാർ സർവീസിലാണ് ഡോക്ടർ പൽപു സേവനം അനുഷ്ഠിച്ചത്. ഏത് നവോത്ഥാന നായകന്റെ മകനാണ് നടരാജ ഗുരു? ഡോക്ടർ പൽപുവിന്റെ മകനാണ് ഡോക്ടർ P നടരാജൻ. ഏത് പത്രത്തിലാണ് ഡോക്ടർ പൽപു ജാതീയമായ വിവേചനങ്ങളെ കുറിച്ച് തിരുവിതാംകോട്ടെ തീയൻ എന്ന പേരിൽ ലേഖനം എഴുതിയത്? മദ്രാസ് മെയിൽ എന്ന പത്രത്തിലാണ് ഡോക്ടർ പൽപു ജാതീയമായ വിവേചനങ്ങളെ കുറിച്ച് തിരുവിതാംകോട്ടെ തീയൻ എന്ന പേരിൽ ലേഖനം എഴുതിയത്. ശ്രീനാരായണ ഗുരുവിനെ സ്വാമി വിവേകാനന്ദനുമായി ബന്ധിപ്പിച്ച കണ്ണി എന്നറിയപ്പെട്ടതാരെയാണ്? ഡോക്ടർ പൽപുവിനെയാണ്. ഒന്ന് ശ്രദ്ധിച്ചേ, ശ്രീനാരായണ ഗുരുവിനെ സ്വാമി വിവേകാനന്ദനുമായി ബന്ധിപ്പിച്ച കണ്ണി എന്നറിയപ്പെട്ടതാരെയാണ്? ഡോക്ടർ പൽപുവിനെയാണ്. ഇന്ത്യയിലെ മഹാന്മാരായ വിപ്ലവകാരികളിൽ അനശ്വരനായ വ്യക്തി എന്ന് ഡോക്ടർ പൽപുവിനെ വിശേഷിപ്പിച്ചതാരാണ്? സരോജിനി നായിഡു. ഒന്ന് പറഞ്ഞേ, ഇന്ത്യയിലെ മഹാന്മാരായ വിപ്ലവകാരികളിൽ അനശ്വരനായ വ്യക്തി. ഇന്ത്യയിലെ മഹാന്മാരായ വിപ്ലവകാരികളിൽ അനശ്വരനായ വ്യക്തി എന്ന് ഡോക്ടർ പൽപുവിനെ വിശേഷിപ്പിച്ചതാരാണ്? സരോജിനി നായിഡു. ഇന്ന് നമ്മൾ നവോത്ഥാന നായകന്മാരെ കുറിച്ചാണ് പഠിച്ചത്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നവോത്ഥാന നായകന്മാർ മുഴുവനായിട്ടില്ല. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.